വരുന്ന ദിനമാണ് സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ധനമന്ത്രിയുടെ ഭാഗത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ തുടരുകയാണ്. ശബരിമല മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ബജറ്റിന്റെ ഭാഗമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ, ശബരിമല സ്വർണ്ണക്കള്ളക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടക്കുന്നതിനിടയിലും ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ശബരിമല മാസ്റ്റർ പ്ലാൻ വിഹിതം 30 കോടിയായി വർദ്ധിപ്പിക്കുന്നു എന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ ബജറ്റിലെ പ്രഖ്യാപനം. ക്ലീൻ പമ്പ 30 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശബരിമല പമ്പ നിലയ്ക്കൽ അടിസ്ഥാന സൗകര്യ വികസനമാണ് പ്രധാന ലക്ഷ്യം എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി. തീർത്ഥാടകർക്ക് സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവയുടെ വികസനത്തിനായി ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിക്ക് വിഹിതം 30 കോടിയായി വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് പമ്പ. ലോകപ്രശസ്തമായ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും മാരാമൺ കൺവെൻഷൻ നടക്കുന്നതും പമ്പയുടെ തീരത്താണ്. പമ്പാ നദി മാലിന്യമുക്തമാക്കുവാൻ ക്ലീൻ പമ്പ പദ്ധതിക്കായി 30 കോടി രൂപ വകയിരുത്തുന്നു. പ്രശാന്ത് കൃഷ്ണവരങ്ങളുമായി തിരുവനന്തപുരം ചേർന്നു. പ്രശാന്ത്, വളരെ ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ എന്ന നിലയിൽ തന്നെയാണ് ബജറ്റിനെ പൊതുവിൽ വീക്ഷിക്കുന്നത്. LDFുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം മന്ത്രി അക്കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സാമ്പത്തികമായ ചുവടുവെപ്പ് കൂടി നടത്താൻ കഴിഞ്ഞു സർക്കാരിന് ഈ കഴിഞ്ഞ കാലത്ത് എന്നുകൂടി വ്യക്തമാക്കുന്നുമുണ്ട്. അതേസമയം വെറും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് എന്ന് തള്ളുകയാണ് പ്രതിപക്ഷവും ആകെ ചെയ്യുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ടുൾപ്പെടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി എങ്ങനെ ബജറ്റിന്റെ ഭാഗമായി വരുന്നു പ്രശാന്ത്? കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഈ ബജറ്റിലുണ്ട് എന്ന കാര്യം നമുക്ക് ഒരു തർക്കവുമില്ലാതെ തന്നെ പറയാം. കാരണം ബജറ്റിന്റെ തുടക്കത്തിൽ തന്നെ ധനമന്ത്രി കേന്ദ്ര വിമർശനം അത് സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന വിഷയം പറയുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ മതരാഷ്ട്രവാദം ആയി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കുന്നുണ്ട്. മതരാഷ്ട്രവാദം ഒപ്പമല്ല സർക്കാർ, അതായത് മതം 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 എന്നതല്ല, വയറിലെ തീയാണ്, എരിയുന്ന വയറിൻ്റെ തീയാണ് സർക്കാരിന് മുൻഗണന എന്ന കാര്യം വിശദീകരിക്കുന്നു. അപ്പോൾ മതരാഷ്ട്രവാദം എന്ന വിഷയം ഉന്നയിക്കുന്നത് CPM കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയർത്തുന്ന UDFനെതിരെ ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമി ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മതരാഷ്ട്രവാദം എന്ന വിഷയം കൊണ്ട് ആ ബജറ്റിലെ ആ പരാമർശത്തിൻ്റെ ഉന്നം വളരെ കൃത്യവുമാണ് രതീഷ്. അതുപോലെ തന്നെ ഇപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സർക്കാർ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ശബരിമലയ്ക്കൊരു പ്രത്യേക തലോടൽ അല്ലെങ്കിൽ ശബരിമലയുടെ കാര്യത്തിൽ സർക്കാരിന് ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്നത് ഈ ബജറ്റിലൂടെ ഊന്നി പറയുകയാണ്. അതായത് ശബരിമല മാസ്റ്റർ പ്ലാന്റെ കാര്യത്തിൽ കൃത്യമായ വകയിരുത്തൽ, 50 കോടിയുടെ വകയിരുത്തൽ നടത്തുന്നു. ഒപ്പം തന്നെ ശബരിമല, പമ്പ, നിലയ്ക്കൽ അടിസ്ഥാന സൗകര്യ വികസനം, ഇതിലെല്ലാം ഉപരി ക്ലീൻ പമ്പ എന്ന നിർദ്ദേശം ഏറ്റവും പ്രസക്തമാണ്. ക്ലീൻ പമ്പ പദ്ധതിക്കായി അല്ലെങ്കിൽ പമ്പ ശുചീകരണത്തിന് വേണ്ടി പണം അനുവദിക്കുകയാണ്. പമ്പ ശുചീകരണത്തിന് വേണ്ടി പണം അനുവദിക്കുന്നത് ഏത് ഒരു ഘട്ടത്തിലാണെന്നുള്ളത് ആലോചിക്കണം. അതായത് ഈ സർക്കാർ NSSനെ സർക്കാർ കൂടെ നിർത്താൻ ശ്രമിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ ഉപയോഗിച്ചത് ശബരിമലയുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ കുറേ വർഷമായി 2 ടൈമായി ഭരിക്കയിലെ 3-ാം ടൈമിലേക്ക് എത്തുകയല്ലേ, എന്നിട്ടും എന്ത് ചെയ്തു ശബരിമലയ്ക്ക് വേണ്ടി? ഉത്തരേന്ത്യയിലെ നദികൾ അത് ശുചീകരിക്കാൻ വേണ്ടി വിവിധ പദ്ധതികളുണ്ട്. അവിടെ മാലിന്യമെറിയുന്നവരെ പിടികൂടാൻ ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പമ്പയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യം രൂക്ഷമായ ഭാഷയിലെ വിമർശനവുമായിരുന്നു. അപ്പോൾ അതുകൂടി പരിഗണനാ വിഷയമായി ബജറ്റിന്റെ ഭാഗമായി വന്നു എന്ന് പറയാൻ കഴിയുമോ പ്രശാന്ത്? ഉത്തരേന്ത്യയിലെ പുണ്യനദികൾ സംരക്ഷിക്കാൻ BJP പ്രത്യേക താല്പര്യമെടുക്കുമ്പോൾ, കേന്ദ്ര സർക്കാർ താല്പര്യമെടുക്കുമ്പോൾ എന്തുകൊണ്ട് പമ്പയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന രാഷ്ട്രീയ വിമർശനം ഉയർത്തുന്നത് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരാണ്. അപ്പോൾ BJPയെ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ കടന്നാക്രമിക്കുന്ന വിഷയം പറയുന്നത് പമ്പാ നദിയിൽ മാലിന്യം ഒഴുകി നടക്കുമ്പോൾ ഇവിടെ ശുചീകരണത്തിന് ആരുമില്ല, രംഗത്തിറങ്ങുന്നില്ല എന്ന വിമർശനം BJPക്ക് നേരെ മുന്നോടുമ്പോൾ അതിന് മറുപടി ഞങ്ങൾ ശുചീകരിക്കും എന്ന് സംസ്ഥാന സർക്കാർ പറയുകയാണ്. അത് NSSനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ NSSന്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ്. അതാണ് ക്ലീൻ പമ്പ പ്രഖ്യാപനത്തിന് ക്ലീൻ പമ്പയ്ക്കായി നിശ്ചിത പണം വകയിരുത്തുകയും ചെയ്തത്. ക്ഷമിക്കണം. ഇതോടൊപ്പം തന്നെ ഈ ശബരിമല ഗ്രീൻഫീൽഡ് ശബരിമല എയർപോർട്ടിൻ്റെ കാര്യത്തിൽ കോടതിയിലാണ് തർക്കങ്ങൾ നിൽക്കുന്നത്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ചില പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴും സർക്കാർ അതിന് പണം വകയിരുത്തി. അതായത് ശബരിമല വിമാനത്താവളം, ശബരിമല തീർത്ഥാടകർക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിലുള്ള ശബരിമല വിമാനത്താവള പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടാണ്, സർക്കാർ ഒപ്പമുണ്ട്. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ ഒപ്പം തന്നെ ഉണ്ട് എന്ന ഒരു സന്ദേശം ബജറ്റിലൂടെ നൽകുകയാണ്. ഏതായാലും
സർക്കാർ ഈ ബജറ്റിൽ ക്ഷേമ വികസന കാര്യങ്ങൾ അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ വേതന വർധന അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും രാഷ്ട്രീയം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് UDF-നെതിരായ രാഷ്ട്രീയവും അതുപോലെ തന്നെ സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം. ഇപ്പോൾ അയ്യപ്പൻ്റെയും വാവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നിടത്ത് ഈ മതസൗഹാർദ്ദത്തിന് നിശ്ചിത പണം വകയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മുൻകാലങ്ങളിലൊക്കെ ലോകസമാധാനത്തിന് വേണ്ടി പണം വകയിരുത്തിയെങ്കിൽ ഇത്തവണ ലോകസമാധാനത്തിനല്ല പണം വകയിരുത്തിക്കുന്നത്, മതസൗഹാർദ്ദത്തിന് പണം വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അയ്യ വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഓരോ മേഖലകളും ഈ വോട്ട് വരാൻ സാധ്യതയുള്ള മേഖലകളെല്ലാം തന്നെ കണ്ണുവെച്ചുകൊണ്ട് അവിടെ കൃത്യമായ വകയിരുത്തലുകൾ സർക്കാർ നടത്തിയിട്ടുണ്ട് എന്നത് നമുക്ക് ബജറ്റ് ആകെ കേൾക്കുമ്പോൾ. പ്രശാന്ത് കൃഷ്ണയാണ് തിരുവനന്തപുരത്ത് ബജറ്റിന്റെ അവലോകനം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.